ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വെറും 1 ലിറ്റർ പാല് കൊണ്ട് നമുക്ക് ശുദ്ധമായ നല്ല സുഗന്ധത്തോടു കൂടിയ ഗുണങ്ങളോടു കൂടിയ നല്ല നറുനെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ആദ്യം തന്നെ 1 ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് അതിൽ നിന്നും പാൽപ്പാട എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നതെന്നുള്ളതാട്ടോ കാണിക്കുന്നത്. ശ്രദ്ധിച്ച് ഇളക്കി മറിക്കാതെ അതിൽ നിന്നും കട്ടിയായിട്ടുള്ള ആ ഒരു പാട നമ്മൾ എടുത്തു മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ എടുത്തു മാറ്റിയ പാൽപ്പാട 1 മാസത്തോളമായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ബോക്സിൽ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല കേട്ടോ. നമ്മൾ പാല് ഡെയിലി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു പാല് തിളപ്പിച്ച് അതിൻ്റെ മേലെ വരുന്ന പാൽപ്പാട അത് ഇളക്കി കളയാതെ അല്പനേരം ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള കട്ടിയുള്ള പാൽപ്പാട കിട്ടുന്നതാണ്. നല്ല നാടൻ പാല് 1 ലിറ്റർ എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ചെറിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുത്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു പാട, ആ പാടയാണ് നമ്മൾ എടുത്തു വയ്ക്കേണ്ടത്. അങ്ങനെ അല്പാൽപമായിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന പാടയാണിത്. നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെച്ച് ഇത് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനി അല്പം വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന മുഴുവൻ പാൽപ്പാടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിച്ച തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് ഒരു അല്പം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇങ്ങനെ തൈരിൽ ഇട്ട് വെച്ചിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ പുളിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 30 ദിവസം, 1 മാസത്തോളം നമ്മൾ പാൽപ്പാട ശേഖരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ലിറ്ററായിട്ട് നമ്മൾ ഓരോ ദിവസം നമ്മൾ പാൽപ്പാട ശേഖരിച്ചാൽ മതിയാവും. 1 ലിറ്ററിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നല്ല പ്യുവറായിട്ടുള്ള പാൽപ്പാട നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് തൈര് ചേർത്ത് പുളിപ്പിക്കാൻ വെക്കുന്നത് 12 മണിക്കൂറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ 1 ലിറ്റർ തണുത്ത വെള്ളം നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പുളിപ്പിക്കാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളം ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ ഇനി ഇത് ഒരു 12 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് പുറത്ത് തന്നെ ഇങ്ങനെ പുളിപ്പിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 12 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ തൈരൊക്കെ പുളിച്ചിട്ട് മുകളിലായിട്ട് അതിൻ്റെ ആ ഒരു ബട്ടർ ക്രീം മുകളിലായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. കണ്ടോ, ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ഐസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്ത ആ ഒരു തൈരിൻ്റെ മിശ്രിതത്തിൽ നിന്ന് ആ ഒരു വെണ്ണ ഇതുപോലെ നമുക്ക് ഉരുട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ തണുത്ത വെള്ളത്തിൽ അടിക്കുമ്പോൾ തന്നെ ഈ ഒരു വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അത് നമുക്ക് ഉരുട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഉരുട്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ മോര് വെള്ളത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത ആ ഒരു തൈര് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നല്ലോ, ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോരിൻ്റെ ആ ഒരു പുളിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത്. ആ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം ഇങ്ങനെ വേർതിരിച്ചൊരു ബട്ടർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആ ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ കാശ് കൊടുത്തൊക്കെ കടയിൽ നിന്നും വാങ്ങുന്നതിന് പകരം ഇതുപോലെ 1 ലിറ്റർ പാല് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാടയെല്ലാം മാറ്റി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ നമുക്ക് മായമൊന്നും ചേർക്കാത്ത നെയ്യ് വിശ്വസിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ചെറു തീയിലിട്ട് വേണം നമ്മൾ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതാ കണ്ട നൊരഞ്ഞ് പൊന്തി വരും. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഫുള്ള് അത് അലിഞ്ഞ് തീരുന്നത് വരെ ഒന്ന് ഇളക്കുക. നേരത്തെ നൊരഞ്ഞു പൊന്തിയ ആ ഒരു പതയൊക്കെ ഒന്ന് കെട്ട് വരുന്നുണ്ട്. ഇതേ രീതിയിൽ പതുക്കെ ചെറുതീയിൽ ഇളക്കി നമുക്ക് ആ പത ഇല്ലാതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തെളിഞ്ഞ രീതിയിൽ തന്നെ നെയ്യ് കിട്ടുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്ക് ആ പതയൊക്കെ ഒന്ന് അടങ്ങുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് തന്നെ വെന്ത് വരുന്നുണ്ട്. ഇനി ആ മുകളിൽ കിടക്കുന്നതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമ്മുടെ എണ്ണ റെഡിയായി. നെയ്യ് നല്ല നാടൻ നറുനെയ്യ് റെഡിയാവും. അങ്ങനെ ഇതാ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപൊടി ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഈ ഒരു ഇളച്ച നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മൾ കാച്ചി വറ്റിച്ച് വെച്ച ആ ഒരു നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത ആ ഒരു നെയ്യ് നമ്മൾ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശുദ്ധമായ നറുനെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലിറ്റർ പാല് ഒരു ദിവസം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്ന പാട സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നമുക്ക് അതിൽ നിന്നും അത്യാവശ്യം പാട തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 300 ml നമുക്ക് നറുനെയ്യ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന നെയ്യിൻ്റെ പോലെയല്ല, നല്ല സ്വാദും ഗുണവും മണവും ഉള്ള നല്ല നറുനെയ്യ്, ഒട്ടും തന്നെ മായമില്ലാത്ത നറുനെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.